ഇന്ന് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് പൊട്ടുവെള്ളരി. ഇത് കൊടുങ്ങല്ലൂർ ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ആ ഭാഗത്തു നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കൊടുന്ന് വിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. അതായത് കുറേ കാലമായി ഞാൻ ഇതിന്റെ ജ്യൂസ് ഒന്ന് കുടിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം വാങ്ങിച്ചു, പക്ഷെ അത് ചീഞ്ഞു പോയി. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, പച്ച കളറുള്ളത് വാങ്ങിച്ചതേ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ചീഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇന്നലെ വാങ്ങിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ഇപ്പൊ കൊണ്ടുപോയി ജ്യൂസ് അടിക്കാൻ പറ്റിയ ഇത് തന്നാൽ മതി. അപ്പൊ നല്ല പഴുത്തത് നോക്കിയിട്ടാ തന്നു. പഴുത്തത് പറഞ്ഞാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊട്ടും, നല്ല സോഫ്റ്റ് ആവും. തൊലിയൊക്കെ ഇങ്ങനെ നമ്മള് തൊട്ടാ അങ്ങനെ പോരും. അതായത് അത്രയും സോഫ്റ്റ് തൊലിയാണ്. നമ്മളിപ്പോ എന്താ വെച്ചത്, നടു പിളർത്തിയിട്ട് അതിന്റെ കുരു മാറ്റിയിട്ട് ഒരു സ്പൂണായിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുക ചെയ്യുക. അപ്പൊ തൊലി അതിന്റെ അടിയിലുണ്ടാവും. അതല്ലെങ്കിൽ തൊലി മാത്രം പൊളിച്ചെടുക്കാൻ പോരത്ത് പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്ന ഇതാട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി. ഇപ്പൊ ഞാനത് ആദ്യമായിട്ടാണല്ലോ നമ്മളിപ്പോ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ നോക്കിയപ്പോ ഒരു നല്ല ചില ആപ്പിളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ തരി ആയിട്ടുള്ള, അതേപോലെ തന്നെ സ്മെല്ലൊക്കെ നമ്മുടെ വെള്ളരിക്കേന്റെ തന്നെ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയും തേങ്ങാപ്പാലും വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് പാലും പഞ്ചസാരയും കൂടി ചെയ്യുക, ഷേക്ക് പോലെ ഇട്ട്. പക്ഷെ അതിലും ടേസ്റ്റ് ഇതാണെന്നാണ് വാങ്ങിച്ച ആള് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു 6 അച്ച് ശർക്കര, ഒരു 2-3 ഏലക്കയും കൂടി ചതച്ചിട്ടിട്ട് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ 1.5 ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ. 1 കിലോന് 80 രൂപയാണ്. ഇപ്പൊ ഞങ്ങൾ 100 രൂപയുടെ ഉള്ളിൽ 1.25 കിലോ കിട്ടിയിട്ടാ. അപ്പൊ 100 രൂപയെന്നാ പറഞ്ഞത്. വാങ്ങിച്ചിട്ട് അത്യാവശ്യം കുടിക്കാൻ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടിക്കാനും ഉണ്ടായിരുന്നു. ഇത് മിക്സിയിലൊന്നും അടിക്കണ്ട, നിങ്ങളിങ്ങനെ സ്മാഷ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ സ്മാഷ് ചെയ്തപ്പോൾ അങ്ങനെ ചെറിയ കട്ട അവിടെ എവിടെയും കിടക്കണം തോന്നിയപ്പോൾ ഞാൻ ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയിട്ടോ. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കറക്കണ്ട, ആ ശർക്കര കുറച്ച് ഒഴിച്ചിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഞാൻ മുഴുവനും ഒഴിച്ചു കിട്ടാം തേങ്ങാപ്പാല്. കാരണം തേങ്ങാപ്പാൽ നിറയെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ആവോ ഇതിപ്പോ കുടിക്കുമെന്ന് അറിയിക്കും, ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഫൈനലി ഇത് കുടിക്കാനുള്ള ഇത് വന്നു. ഇവിടെ ആരും ഇല്ല, എല്ലാവരും സ്കൂളിലൊക്കെ പോടക്കെ. ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എല്ലാതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻ അതുപോലെ അങ്ങനെ ഒരു ജ്യൂസും കുടിക്കും. ആകെ വാട്ടർമെലൺ മാത്രം. അതന്നെ നമ്മൾ കുരു ഒന്നും പെടാൻ പാടില്ല, കുരുവൊക്കെ മാറ്റിയിട്ട് അടിച്ചു കൊടുക്കണം. കുരു പെട്ടാൽ അവന് അരിക്കണം. അപ്പൊ അവന് പോലും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ നോമ്പിനൊക്കെ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ മറ്റേത് പാലൊഴിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. ഇത് തേങ്ങാപ്പാലും ശർക്കരയും കൂടി ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് ഫീഡ്ബാക്ക് ഇറക്കി. ഉണ്ടാക്കി നോക്കിയവര് മറ്റേ 2 രീതിയിലും ഉണ്ടാക്കി, തേങ്ങാപ്പാലിലും പാലൊഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ അതും കൂടി കമന്റിലൂടെ ഒന്ന് അറിയിക്കും. അതുപോലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കാണുക, ലൈക്ക് തരിക. താങ്ക് യു.